ഹായ് ഓൾ. ചാപ്റ്റർ നമ്പർ 12 പ്രിസംസ്. പ്രിസംസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത്. ഇതിൽ നമ്മൾ പേജ് നമ്പർ 203 3 ചോദ്യങ്ങൾ ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നേരിട്ട് ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫോർമുലാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ ഫോർമുല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. വോളിയം ഓഫ് പ്രിസം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്തായിരുന്നു അത്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്നാണ് ആ ഫോർമുല വരുന്നത്. ഇനി നമുക്കിപ്പോൾ അറിയേണ്ട ഒരു ഫോർമുല ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക എങ്ങനെയാണ്. അത് കണ്ടുപിടിക്കുക ബേസ് പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താ ഈ ലാറ്ററൽ സർഫസ് ഏരിയ നോക്കിക്കോ. ഒരു എക്സാമ്പിൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് എന്താ? ഒരു സ്ക്വയർ പ്രിസാലേ എന്ന് വെച്ചാൽ ഞാനിവിടെ ഈ ഷെയ്ഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം നോക്കുക. അതൊരു സ്ക്വയർ ഷേപ്പാണ്. അതിന് ഐഡൻറ്റിക്കലായിട്ട് അതേപോലത്തെ മേലെ എന്തുണ്ട്? ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊരു സ്ക്വയർ പ്രിസാണ്. ഈ സ്ക്വയർ പ്രിസത്തിൻ്റെ ഈ ഭാഗത്തിന് നമ്മൾ എന്തെന്ന് പറയും? ബേസ് എന്ന് പറയും അല്ലേ. 2 ബേസ് ഉണ്ടായിരിക്കും. ഈ ബേസ് അല്ലാതെ പിന്നെ കുറച്ച് ഫേസസ് ഉണ്ടല്ലോ. അതാണ് ഒന്നത് അല്ലേ. റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഈ ഒരു ഫേസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ സൈഡിലായിട്ട് ഒന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്ററൽ ഫേസ്. അങ്ങനെ എത്ര ലാറ്ററൽ ഫേസ് ഉണ്ടാവും നോക്കുക. നമ്മൾ എടുക്കുന്ന പ്രിസത്തിന് എത്ര സൈഡ് ഉണ്ടോ അത്രയും ലാറ്ററൽ ഫേസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 1 2 3 4 സൈഡല്ലേ ഉള്ളത് ബേസിന്. അപ്പം ഇവിടെ ഒരു ലാറ്ററൽ ഫേസ് ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, അതുപോലെ ഇവിടെ ഉണ്ടാവും, പുറകിലായിട്ടും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഈ ലാറ്ററൽ സർഫസിൻ്റെ ഓരോന്നിൻ്റെയും ഏരിയ കണ്ടിട്ട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോട്ടൽ ആ ലാറ്ററൽ ഫേസിൻ്റെ ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയും. അതെങ്ങനെയാണ് അപ്പോൾ കണ്ടുപിടിക്കുക? ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ ജസ്റ്റ് ബേസ് പെരിമീറ്റർ കണ്ടുപിടിക്കുക. ബേസിൻ്റെ ഷേപ്പ് എന്താണെന്ന് നോക്കുക, പെരിമീറ്റർ കണ്ടുപിടിക്കുക, പ്രിസത്തിൻ്റെ ഹൈറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി അടുത്തൊരു സാധനം ഇവിടെ ഉണ്ട് അല്ലേ, ടോട്ടൽ സർഫസ് ഏരിയ. അതെന്താ ഈ ടോട്ടൽ സർഫസ് ഏരിയ നോക്കാം. ഇപ്പോൾ ഈ പ്രിസം ഞാൻ നേരത്തെ എടുത്ത പ്രിസത്തിൻ്റെ ഈ ഓരോ ഭാഗത്തിനെയും ലാറ്ററൽ സർഫസ് എന്നാണ് പറയുക, ലാറ്ററൽ ഫേസസ് എന്നാണ് പറയുക പറഞ്ഞു അല്ലേ. അതിൻ്റെ ഏരിയൻ്റെ കൂടെ ഈ 2 ബേസും കൂടെ അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തമായിട്ടുള്ള ഏരിയ കിട്ടും. മൊത്തം പ്രിസത്തിൻ്റെ ഏരിയ കിട്ടും. അതിനെയാണ് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയാം. ഈ ടോട്ടൽ സർഫസ് ഏരിയ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു. കൂടെ 2 ബേസ് ഏരിയ ആണ് നമ്മൾ കൂട്ടുന്നത് അല്ലേ. താഴെ ഒരു ബേസ് ഉണ്ടാവും, മേലെ ഒരു ബേസ് ഉണ്ടാവും. ആ 2 ബേസ് ഏരിയ കൂട്ടുന്നു. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ഞാനിവിടെ LSA പ്ലസ് 2 ഇൻറ്റു BA എന്ന് എഴുതിയിട്ടുണ്ട്. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അതിൽ ആദ്യത്തേൻ്റെ മെയിൻ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ വീഡിയോയിൽ. ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഇക്വേഷൻ ഒന്ന് ഫോർമുല ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ബാക്കി 2 പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി നേരെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കിക്കോ. ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 12 സെൻറ്റിമീറ്റേഴ്സ്. ഒരു പ്രിസം തന്നിട്ടുണ്ട്. ആ പ്രിസത്തിൻ്റെ ബേസിൻ്റെ ഷേപ്പ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ. അതിൻ്റെ പെരിമീറ്റർ, ആ ബേസിൻ്റെ പെരിമീറ്റർ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. 12 സെൻറ്റിമീറ്റർ ആണ് ബേസിൻ്റെ പെരിമീറ്റർ. ആൻഡ് അതിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്, പ്രിസത്തിൻ്റെ ഹൈറ്റ് 5 സെൻറ്റിമീറ്റർ ആണ്, 5 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ? ശ്രദ്ധിക്കണം, ലാറ്ററൽ സർഫസ് ഏരിയ അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞത്, ടോട്ടൽ സർഫസ് ഏരിയ ആണ്. എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. നോക്കിക്കോ, ഇതാണ് നമുക്ക് തന്ന ഫിഗർ തന്നിട്ടില്ല, ഞാൻ ജസ്റ്റ് വരച്ചതാണ്. ഈ കാണുന്ന ആളൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിട്ടുള്ളൊരു ബേസ് ഉണ്ട്. ആ ബേസ് എവിടെ ഉണ്ടായിരിക്കും? താഴെ ഈ ഭാഗത്തായിട്ടും ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇതൊരു പ്രിസമാണെന്ന് പറയുന്നുണ്ട്. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡ് ഈക്വൽ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് 3 കൂട്ടിയാൽ 12 കിട്ടുമെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് പറഞ്ഞത്? ബേസ് പെരിമീറ്റർ ഈക്വൽ ടു 12 എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ 3 സൈഡും കൂട്ടിയാൽ 12 കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 സൈഡ് എത്രയായിരിക്കും? ഒരു സൈഡ് എത്രയായിരിക്കും? 12/3 ചെയ്താൽ മതി. 12/3 എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി ഹൈറ്റ് ഓഫ് പ്രിസം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര സെൻറ്റിമീറ്ററാണ്? 5 സെൻറ്റിമീറ്റർ ആണ്. എന്ന് വെച്ചാൽ ഈ കാണുന്ന ആൾ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ ആണെന്നും നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താടാ? ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അപ്പോൾ നോക്കണേ, നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് ആദ്യം എഴുതി വെക്കാം, ഫോർമുല ഒന്ന് എഴുതി വെക്കാം. ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കിട്ടുക? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ ആണ്. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കണമെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ അറിയണം, ആരും അറിയണം, ബേസ് ഏരിയ അറിയണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിച്ച് നോക്കാം? ലാറ്ററൽ സർഫസ് ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. LSA എന്ന് ഞാൻ എഴുതുന്നുണ്ട്. ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസ് പെരിമീറ്റർ
ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റാണ് അതിൻ്റെ ഫോർമുല. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. രണ്ടാളുകളെ നമുക്ക് നേരിട്ട് തന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ എത്രയാണ് പറയുന്നത്? ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. ബേസ് പെരിമീറ്റർ 12 സെൻറ്റിമീറ്റർ, ഹൈറ്റോ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ജസ്റ്റ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 12 ഇൻറ്റു 5, 12 ഇൻറ്റു 5 എത്ര കിട്ടുക? 16 ആണ് കിട്ടുക. രണ്ടും സെൻറ്റിമീറ്ററിലായതുകൊണ്ട് യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പം ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്ന ആളെന്തായി? നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? ബേസ് ഏരിയ. ബി എ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതിയ ബേസ് ഏരിയനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ബേസ് ഏരിയ കണ്ടുപിടിച്ചാലേ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ബേസിൻ്റെ ഷേപ്പ് എന്താണെന്ന് ജസ്റ്റ് നോക്കുക. ബേസിൻ്റെ ഷേപ്പ് എന്താ? ട്രയാങ്കിൾ ആണ്. വെറും ട്രയാങ്കിൾ അല്ല, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ √3 ഇൻറ്റു a/2 ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. അതിൽ എ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൈഡിനെയാണ് നമ്മൾ എ എന്ന് വിളിക്കുക അല്ലേ? അപ്പോൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നോക്കിക്കോ, √3 ഇൻറ്റു എ എന്ന് പറഞ്ഞ സൈഡാണ്. സൈഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. മേലോട്ട് നോക്കിക്കേ, എത്ര കിട്ടിയത്? 4 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. അപ്പോൾ 4/2 ഹോൾ സ്ക്വയർ. ഇനി ശ്രദ്ധിച്ചോളണേ, ഇവിടെ ഒരു 4/2 എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ 4/2 എന്ന് പറഞ്ഞാൽ എന്താ? 4 ഹരിക്കണം 2. 4 ഹരിക്കണം 2 എത്രയാണ്? 2 തന്നെയാണ് കിട്ടുക. അപ്പം ഇതിന് എനിക്കൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ മാറ്റി എഴുതാം. എഴുതണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. √3 ഇൻറ്റു 2 സ്ക്വയർ എന്ന് കിട്ടും. ഇനി നോക്കിക്കോ, 2ൻ്റെ സ്ക്വയർ എത്ര കിട്ടുക? 4 ആണ് കിട്ടുക. 4നെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 4√3 എന്ന് കിട്ടും. അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ. ശ്രദ്ധിച്ചോ, ഇപ്പോൾ നമുക്ക് ബേസ് ഏരിയയും കിട്ടി, നേരത്തെ ലാറ്ററൽ സർഫസ് ഏരിയയും കിട്ടി. കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ? നേരെ കൊടുക്കുക. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ടൈംസ് ബേസ് ഏരിയ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ലാറ്ററൽ സർഫസ് ഏരിയ 16 കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്ന്? ഇതാ അവിടെ മേലുണ്ട്, 16 ആണ്. പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ 4√3. 60 അതുപോലെ തന്നെ നിന്നോട്ടെ. 4 ഇൻറ്റു √3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 8√3 എന്നാണ് കിട്ടുക. എത്ര കിട്ടുക? 8√3. അപ്പം 60 പ്ലസ് 8√3, 8√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. നമ്മളോട് ഇതിൻ്റെ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനൊന്നും പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ എഴുതി വെച്ചാൽ തന്നെ നമുക്ക് ആൻസറായി. അപ്പോൾ നമ്മൾ എവിടുന്നാണ് തുടങ്ങിയത്? നമ്മൾ നേരെ ആദ്യം തന്ന 2 ഡാറ്റാസ് എഴുതി, ഹൈറ്റ് എഴുതി, ബേസ് പെരിമീറ്റർ എഴുതി. ബേസ് പെരിമീറ്ററിൽ നിന്ന് 1 സൈഡ് കണ്ടുപിടിച്ചു 4 സെൻറ്റിമീറ്റർ. ടോട്ടൽ സർഫസ് ഏരിയേൻ്റെ ഇക്വേഷൻ നോക്കി, ഫോർമുല നോക്കി, ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ എന്നുള്ളത് നമുക്കറിയാം. അതിൽ നിന്ന് ലാറ്ററൽ സർഫസ് ഏരിയ ആദ്യം കണ്ടുപിടിച്ചു 60, പിന്നെ ബേസ് ഏരിയ കണ്ടുപിടിച്ചു 4√3, ടോട്ടൽ സർഫസ് ഏരിയ ശേഷം കണ്ടുപിടിച്ചു 16 പ്ലസ് 8√3 എന്ന് കിട്ടി. ഓക്കെ, ഇനി നേരെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക്. ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഇങ്ങനെയാണ് പറയുന്നത്: 2 identical prisms with right angle as bases are joined to form a rectangular prism. എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ, നമുക്ക് ക്വസ്റ്റ്യനിൽ 2 ഫിഗർ തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഫിഗറിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ഈ കാണുന്ന ഫിഗറില്ലേ, ഈ കാണുന്ന ആൾ ഒരു റൈറ്റ് ട്രയാങ്കിളാണ്. ബേസ് എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ ആയിട്ടുള്ള പ്രിസമാണ്. അങ്ങനത്തെ 2 പ്രിസങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ളത് റൈറ്റ് ട്രയാങ്കുലർ പ്രിസാണ്. ഇപ്പുറത്തേക്കും അതുപോലത്തെ ഒരു പ്രിസം വെച്ചു, വലിയൊരു പ്രിസം ഉണ്ടാക്കി അല്ലേ? രണ്ടും പാടെ ജോയിൻ ചെയ്ത് വലിയൊരു പ്രിസം ഉണ്ടാക്കി. ഇനി നമ്മളോട് ചോദിച്ചത് എന്താ? വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ പ്രിസം? ഈ രണ്ടാമത് കിട്ടിയ പ്രിസത്തിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? അപ്പം ക്വസ്റ്റ്യനിൽ കുറച്ച് അളവുകൾ, മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഒന്ന് 15 എന്ന് പറയുന്നുണ്ട്. എന്താ ഈ 15? ഹൈറ്റ് ഓഫ് പ്രിസാണ്. അപ്പോൾ ഇവിടെയും എന്ത് തന്നെയാണ് വരിക? 15 സെൻറ്റിമീറ്റർ ആണ് വരിക. ഈ റൈറ്റ് ട്രയാങ്കിളുടെ ഒരു സൈഡ് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് തന്നെ വരും? 5 സെൻറ്റിമീറ്റർ. അടുത്ത സൈഡ് 12 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 12 സെൻറ്റിമീറ്റർ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പം കിട്ടിയത് റൈറ്റ് ട്രയാങ്കിൾ അല്ല. ഇവിടെയുള്ള സാധനം എന്താ വരിക? ഒരു റെക്റ്റാങ്കിളാണ് വരിക. എന്താ വരിക? റെക്റ്റാങ്കിളാണ് വരിക. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ പ്രിസാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസറിൻ്റെ പാർട്ടിൽ ഞാൻ 2 കാര്യങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് തന്ന കാര്യം ഹൈറ്റ് എത്ര സെൻറ്റിമീറ്ററാണ്? 15 സെൻറ്റിമീറ്റർ. പിന്നെ പ്രിസം റെക്റ്റാങ്കുലർ ആണ്. അതിൻ്റെ ബേസ് ഞാനിവിടെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് 5 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഇനി നോക്കിക്കോ, ഇതൊരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഈ ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അപ്പുറത്ത് കാണുന്ന ഇയാളും എത്രയായിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇതൊരു 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ മേലെ കാണുന്ന ഇവനും എന്തായിരിക്കും? 12 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ? ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആരെ വേണം? ആദ്യം ലാറ്ററൽ സർഫസ് ഏരിയനെ വേണം. അപ്പോൾ അത് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസം അല്ലേ? അപ്പോൾ ഞാൻ അതേപോലെ ഇവിടെ എഴുതി ലാറ്ററൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസം. അതാണല്ലോ നമ്മുടെ ഫോർമുല. ഡയറക്റ്റ് നോക്കിക്കോ, ബേസ് പെരിമീറ്റർ, ഞാൻ ഈ ബ്രാക്കറ്റിനുള്ളിൽ ബേസ് പെരിമീറ്റർ ഒന്ന് കണ്ടുപിടിക്കാൻ പോവാം. നോക്കിക്കോ, 5, 12, 5, 12 ഈ 4 ആളെ കൂട്ടിയാലല്ലേ ബേസ് പെരിമീറ്റർ കിട്ടുക. 12ഉം 12ഉം കൂട്ടിയാൽ, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം, നേരിട്ട് എഴുതിയാൽ 12 + 12 + 5 + 5 ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസം, അത് 15 ആണെന്ന് അറിയാം, ഇൻറ്റു 15. ഇനി 12ഉം 12ഉം കൂട്ടിയാൽ 24, 5ഉം 5ഉം കൂട്ടിയാൽ 10, അപ്പോൾ 24ഉം 10ഉം എത്ര കിട്ടും? 34 കിട്ടും. ഇതിങ്ങനെ തന്നെ കണ്ടുപിടിക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് 2 ഇൻറ്റു L + B എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. അപ്പോൾ 34 ഇൻറ്റു 15 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ചെയ്ത് നോക്കിക്കേ, 34 ഇൻറ്റു 15 എത്രയാണ് കിട്ടുക എന്ന് വർക്കിംഗ് കോളത്തിൽ? 34 ഗുണം 15, 4 ഇൻറ്റു 5 20 എന്ന് കിട്ടും. ബാക്കി റിമൈൻഡർ 2. 5 ഇൻറ്റു 3 15 എന്ന് കിട്ടും. 15നോട് 2 കൂട്ടി കഴിഞ്ഞാൽ 17 എന്ന് കിട്ടും. 1 ഇൻറ്റു 4 4 ആണ്. 1 ഇൻറ്റു 3 3 ആണ്. ഇനി ആഡ് ചെയ്തോ, 0. 7ഉം 4ഉം കൂട്ടി കഴിഞ്ഞാൽ 11. ബാക്കി 1 ഉണ്ട്. 3ഉം 1ഉം 4, അതിനോടൊരു 1ഉം കൂടെ കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 5. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 510 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടിയത്. ഇപ്പോൾ കിട്ടിയത് ആരെയാടാ? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്ന ആളെയാണ് കിട്ടിയത്. ഇനി ആരെ വേണം? ബേസ് ഏരിയ വേണം. നോക്കിക്കേ, ബേസിൻ്റെ ഷേപ്പ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഈ കാണുന്ന ആളാണ് ബേസ്. ഇതിൻ്റെ ഷേപ്പ് എന്താ? റെക്റ്റാങ്കിൾ ആണല്ലേ. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം, ബേസ് ഏരിയ. ഇവിടെ ഞാൻ തൽക്കാലം ബേസ് ഏരിയ എന്ന് എഴുതുന്നുണ്ട്. ബേസ് ഏരിയ എങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇവിടുത്തെ ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ആണ്, ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ. 12 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 60 കിട്ടും. അപ്പോൾ 60 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് കിട്ടുക. ഇനി നേരെ ടോട്ടൽ സർഫസ് ഏരിയൻ്റെ ഫോർമുല നോക്കിക്കേ. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു LSA, ലാറ്ററൽ സർഫസ് ഏരിയ. എത്ര കിട്ടിയത്? 510 ആണ് കിട്ടിയത്. പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ എന്നാണ്. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു LSA, ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. 510 പ്ലസ് 2 ഇൻറ്റു 60, 510, അല്ലെങ്കിൽ 510 പ്ലസ് 2 ഇൻറ്റു 60 എത്രയാണ്? 120 ആണല്ലേ. 510 പ്ലസ് 120 എത്ര കിട്ടും? 630 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുക. അപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ മോഡൽ തന്നെയാണ്. നമ്മൾ ആദ്യം ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നു, ബേസ് ഏരിയ കണ്ടുപിടിക്കുന്നു, പിന്നെ എന്ത് കണ്ടുപിടിക്കുന്നു? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നു. ഇനി നമ്മൾ നേരെ ഈ പേജിലെ ലാസ്റ്റ് ചോദ്യം, 3ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിക്കുക, 3ാമത്തെ ചോദ്യം എന്താ പറയുന്നത്? ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എ ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 4 സെൻറ്റിമീറ്റർ, 13 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 15 സെൻറ്റിമീറ്റേഴ്സ്. ശ്രദ്ധിക്കണം, ഇവിടെ ട്രയാങ്കിൾ ആണ് ബേസ്. ബേസിൻ്റെ ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ. പക്ഷേ അതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറയുന്നില്ല. പകരം 3 സൈഡും ഡിഫറൻ്റ് ആയിട്ടുള്ള 4ഉം 13ഉം 15ഉമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ആണ് അല്ലേ. ഇനി ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 25 സെൻറ്റിമീറ്റേഴ്സ്. ആ പ്രിസത്തിൻ്റെ ഹൈറ്റാണ് ഇവിടെ പറയുന്നത്. എത്രയാണ്? 25 സെൻറ്റിമീറ്റർ ആണ്. കാൽക്കുലേറ്റ് ഇറ്റ്സ് ലാറ്ററൽ സർഫസ് ഏരിയ ആൻഡ് ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ ആദ്യം ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, ശേഷം ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. ചെയ്തു നോക്കാം. അപ്പോൾ നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം സൈഡ്സ് ഓഫ് ബേസ്. ബേസിൻ്റെ സൈഡ്സ് എന്തൊക്കെയാണ്? 4ഉം 13ഉം 15ഉമാണ്. ഹൈറ്റ് ഓഫ് പ്രിസം 25 സെൻറ്റിമീറ്ററുമാണ്. ഈ 2 കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി
ബേസിൻ്റെ മാത്രം ഫിഗർ ഞാൻ ഇവിടെ നിന്ന് വരച്ചിട്ടുണ്ട്. ഒരു ട്രയാങ്കുലാർ ഷേപ്പാണ്. ആ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എത്രയാണ്? 4, 13 ആൻഡ് 15 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താ? ലാറ്ററൽ സർഫസ് ഏരിയ. ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസാണ് അല്ലേ? ഇനി നേരെ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കുക. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററാണ് അല്ലേ? ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 3 സൈഡ് കൂട്ടുക. 4ഉം 15ഉം 13ഉം എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് പിടിച്ച് കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ബേസ് പെരിമീറ്റർ കിട്ടും. 4 + 13 + 15 ഇൻറ്റു ഹൈറ്റ് ഓഫ് പ്രിസം തന്നിട്ടുണ്ട്. എത്രയാണ്? 25 ആണെന്ന് മേലുണ്ട്. അപ്പോൾ അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു 25. ഇനി 13ഉം 15ഉം 4ഉം ആണ് കൂട്ടാനുള്ളത്. 13ഉം 15ഉം കൂട്ടിയാൽ എത്ര കിട്ടുക? 28. 28ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 32 കിട്ടും. അപ്പോൾ 32 ഇൻറ്റു 25 എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? വാല്യൂ. വർക്കിംഗ് കോളത്തെ കൊണ്ടുപോയിട്ടും ജസ്റ്റ് ചെയ്ത് നോക്കാം. 32 ഇൻറ്റു 25, 5 ഇൻറ്റു 2 10, ബാക്കി റിമൈൻഡർ 1. 5 ഇൻറ്റു 3 15 + 1 എത്ര കിട്ടും? 60 എന്ന് കിട്ടും. 2 ഇൻറ്റു 2 4 എന്ന് കിട്ടും. 2 ഇൻറ്റു 3 6 എന്ന് കിട്ടും. ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0, 6 ആൻഡ് 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടും. ബാക്കി റിമൈൻഡർ 1. 6 + 2 എന്ന് വരും. 8 കിട്ടും. 800 ആണ് ലാറ്ററൽ സർഫസ് ഏരിയേൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക. 800 cm². അതവിടെ എഴുതി വെച്ചു. ലാറ്ററൽ സർഫസ് ഏരിയ ആദ്യം തന്നെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞതും ഇത് തന്നെയാണ്. അതിൻ്റെ ആൻസറുമായി ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ സർഫസ് ഏരിയ ആണ്. അപ്പോൾ ഈ ടോട്ടൽ സർഫസ് ഏരിയേൻ്റെ ഫോർമുല എന്തായിരുന്നു? ഒന്ന് നോക്കി. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ ആണ്. അപ്പോൾ നോക്കുക, ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇനി ആരെ കണ്ടുപിടിക്കണം? ബേസ് ഏരിയ കണ്ടുപിടിക്കണം. എന്താ ബേസിൻ്റെ ഷേപ്പ്? ട്രയാങ്കിളാണ്. പക്ഷെ എന്ത് ട്രയാങ്കിളല്ല? ഇക്വിലാറ്ററൽ ട്രയാങ്കിളല്ല. ഇവിടെ ട്രയാങ്കിളിൻ്റെ 3 സൈഡുകളല്ലേ നമുക്ക് തന്നത്. അപ്പോൾ 3 സൈഡ് വെച്ചിട്ട് നമ്മളെങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ച ഹെറോൺസ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഫിഗർ ഒന്നും ഇങ്ങോട്ട് ജസ്റ്റ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ലാറ്ററൽ സർഫസ് ഏരിയ നമുക്കിവിടെ മേലെ കിട്ടിയിട്ടുണ്ട്. അത് അവിടെ തന്നെ നിന്നോട്ടെ. ഇനി ബേസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള പരിപാടികളാണ്. ശ്രദ്ധിച്ചോ, ബേസ് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ബേസ് ഏരിയ ഫോർമുല എങ്ങനെയാണ് പറയുന്നത്? √S ഇൻറ്റു S മൈനസ് A ഇൻറ്റു S മൈനസ് B ഇൻറ്റു S മൈനസ് C. ഇതിൽ ABC എന്ന് പറഞ്ഞാൽ എന്താ? സൈഡ്സ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ 4ഉം 13ഉം 15ഉമാണ്. S എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഇമ്പോർട്ടൻറ്റ്. S എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിൻ്റെ പകുതിയാണ്. അതല്ലെങ്കിൽ സൈഡ്സ് പിടിച്ച് കൂട്ടുക. 4ഉം 13ഉം 15ഉം പിടിച്ച് കൂട്ടുക. അതിൻ്റെ പകുതി കാണുക. അപ്പോൾ 4ഉം 13ഉം 15ഉം നമ്മൾ നേരത്തെ കൂട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്ര കിട്ടിയത്? 32. അപ്പോൾ 32ൻ്റെ പകുതിയാണ്. 32ൻ്റെ പകുതി എത്രയാണ്? 16 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ എസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എത്രയാണ്? 16. ഇനി നേരെ ബേസ് ഏരിയ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √S എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ഇൻറ്റു, ശ്രദ്ധിക്കണേ, S മൈനസ് A. S മൈനസ് A എന്ന് പറഞ്ഞാൽ S എന്ന് Aനെ കുറയ്ക്കുക. അപ്പോൾ S ആരാ? 16. A ആയിട്ട് ഒരു സൈഡ് എടുത്തോ, 4. 16 4 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുക? 12 കിട്ടും. ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. എഴുതിയിട്ട് ഒരു സ്റ്റെപ്പും കൂടെ ആക്കിയിട്ട് എഴുതാം. 16 മൈനസ് 4. അടുത്തത് S മൈനസ് B, 16 മൈനസ് 13. പിന്നെ S മൈനസ് C, 16 മൈനസ് 15. റൂട്ട് എല്ലാവർക്കും ബാധകം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. √16 ഇൻറ്റു 16 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 12 കിട്ടും. 16 മൈനസ് 13 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക? 3 കിട്ടും. 16 മൈനസ് 15 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. ഇനി ഇതിൻ്റെ റൂട്ട് എടുക്കണേ, ശ്രദ്ധിക്കണേ. ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? അപ്പോൾ അതിൻ്റെ റൂട്ട് നമുക്ക് നേരെ അറിയാം. 16ൻ്റെ റൂട്ട് എത്രയാണ്? 4 ആണ്. അപ്പോൾ അത് ഞാൻ നേരെ എഴുതി 4. ഇനി അടുത്ത ആളുകളെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 12 ഇൻറ്റു 3 ഇൻറ്റു 1. 12 ഇൻറ്റു 3 എത്ര കിട്ടുക? 36 കിട്ടുക. അപ്പോൾ അത് റൂട്ടിൻ്റെ ഉള്ളിലാണ് ആ 36 ഉള്ളത്. അത് അതേപോലെ എഴുതി 4 ഇൻറ്റു
36. √36 നമുക്ക് പരിചയമുള്ള വാല്യൂ ആണ്. എന്താ അതിൻ്റെ വാല്യൂ? 6 ആണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ കിട്ടുക 4 × 6 ആണ് കിട്ടുക. 4 × 6 എത്രയാണ്? 24. അപ്പോൾ ബേസ് ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബേസ് ഏരിയ എത്രയാണ്? 24 cm² ആണ്. ഇനി നേരെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടാൽ മതി. ടോട്ടൽ സർഫസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 × ബേസ് ഏരിയ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ നോക്കുക, നമുക്ക് നേരത്തെ മേലെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 800 എന്നാണ് വാല്യൂ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 800 പ്ലസ് 2 × ബേസ് ഏരിയ 24. അപ്പോൾ 24. 800 പ്ലസ് 48 എന്നാണ് കിട്ടുക. 800 പ്ലസ് 48 എത്ര കിട്ടുക? 848 cm² അല്ലെങ്കിൽ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് വാല്യൂ കിട്ടുക. അപ്പോൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ അതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ ആകെ കുറച്ച് അഡീഷണൽ സ്റ്റെപ്പ് വരുന്നത് ബേസ് ഏരിയ കണ്ടുപിടിക്കാൻ ഹെറോൺസ് ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ ഹെറോൺസ് ഫോർമുല ഒരു 2-3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തത്. ആദ്യം എസ് കണ്ടുപിടിച്ചു, പിന്നെ ഏരിയ കണ്ടുപിടിച്ചു. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇതിലധികമായിട്ട് വരുള്ളൂ. ഓക്കെ, ഈ പേജിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത പേജിലെ 3 ക്വസ്റ്റ്യൻസ് ഇതേ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്ത് നോക്കാം.